HPTech എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായാണ് ടൈമർ സ്വിച്ച് അല്ലെങ്കിൽ ഡിലേ സ്വിച്ച്. നമുക്ക് വീട്ടുപകരണങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനാണ് ഈ സർക്യൂട്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ടൈമർ സ്വിച്ചിന് വേണ്ടിയിട്ട് എടുക്കുന്ന കമ്പോണൻസ് 12 വോൾട്ടിൻ്റെ ഒരു റിലേ ആണ് എടുത്തത്. ഇത് 15 ആംപിയർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതിൽ കുറഞ്ഞത് കിട്ടിയാൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളെ യൂസിനനുസരിച്ചാണ് ഇതിൻ്റെ ആംപിയറിൻ്റെ വ്യത്യാസം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആവശ്യം 100Kൻ്റെ ഒരു പ്രീസെറ്റാണ്. 100Kൻ്റെ ഇതൊരു വാരിയബിൾ റെസിസ്റ്റൻസ് ആണ്. നമുക്ക് 100K വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാരിയബിൾ റെസിസ്റ്റൻസ് ആണ്. അടുത്തത് എടുത്തത് RL207 പറഞ്ഞ ഡയോഡാണ്. RL207 ആണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിലേക്ക് 1N4007 ഡയോഡ് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എടുത്തത് ട്രാൻസിസ്റ്റർ ഇതിൽ യൂസ് ചെയ്യുന്നത് BC547 ആണ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തത് 2.2Kൻ്റെ 2 റെസിസ്റ്റൻസ് ആണ്. അത് നിങ്ങൾക്ക് 2.7K ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് കപ്പാസിറ്റർ എടുത്തത് 1000 UFൻ്റെ 16 വോൾട്ട് കപ്പാസിറ്ററാണ്. നിങ്ങൾക്ക് 35 വോൾട്ട് അല്ലെങ്കിൽ 25 വോൾട്ടൊക്കെ യൂസ് ചെയ്യാം. 1000 UF 25 വോൾട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഈ റിലേയുടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ടൈമർ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. കാരണം റിലേയുടെ ഇത് നോർമലി ഇത് ക്ലോസ്ഡ് ആയിരിക്കും ഈ ഒരു ലെഗ്. അതുപോലെ ഈ ഒരു ലെഗ് നമുക്ക് നോർമലി ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്വിച്ചിങ് ചെയ്യുമ്പോൾ ആ ടൈമറിങ്ങിൽ സ്വിച്ചിങ് ചെയ്യുമ്പോൾ ഈ ഒരു ലെഗ് ആയിരിക്കും കണ്ടിന്യൂറ്റി കാണിക്കുക. ഈ ഒരു ലെഗ് കണ്ടിന്യൂറ്റി നോർമലി ഇത് കണ്ടിന്യൂറ്റി കാണിക്കും. ഈ ഒരു ലെഗാണ് നമ്മൾ നോർമലി കണ്ടിന്യൂറ്റി കാണിക്കില്ല. ഇത് റിലേ സ്വിച്ചിങ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ലെഗിൽ കണ്ടിന്യൂറ്റി കാണിക്കുക. റിലേ ഒന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ലെഗും ഈ ഒരു 3 ലെഗുള്ള ഈ ഒരു സെൻറ്റർ പിന്നെ ഈ ഒരു ലെഗും നോർമലി അത് ഷോർട്ടായിരിക്കും. കാണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലെഗ് ആണ് നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. അതായത് കണ്ടിന്യൂറ്റി ഇല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ഈ ഒരു ലെഗിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുക. ഔട്ട്പുട്ട് നമ്മൾ എന്ത് വർക്ക് ചെയ്യിക്കുന്നതാണെങ്കിലും ഈ ഒരു ലെഗിലും അതുപോലെ തന്നെ ഈ ഒരു ലെഗിലുമാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുക. സ്വിച്ചിങ് നമുക്ക് ബൾബ് കത്തിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഹോം അപ്ലയൻസസ് വർക്ക് ചെയ്യിക്കാനാണെങ്കിലും ഈ ഒരു ലെഗിലുമാണ് കണക്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഔട്ട്പുട്ട് സ്വിച്ചിങ് നടക്കുന്നത് ഈ ഒരു ലെഗിലുമാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. അത് ഞാൻ വേറെ സെപ്പറേറ്റ് ഇങ്ങോട്ട് വരഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ലെഗും ഇതിലാണ് നമ്മൾ കണക്ഷൻസ് കൊടുക്കേണ്ടത്. വെച്ചാൽ സ്വിച്ചിങ് നടക്കുന്നത് ഈ ഒരു ലെഗിലാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ 12 വോൾട്ടാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഈ കളക്ടർ പോയിന്റിലാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പോയിന്റിലാണ് പോസിറ്റീവ് വോൾട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നെഗറ്റീവ് വോൾട്ട് നമ്മുടെ റിലേയുടെ ലെഗിലായിട്ടാണ് ഇത് വരിക. നെഗറ്റീവ് അതുപോലെ തന്നെ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് നെഗറ്റീവ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ പോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഒരു ലോഡ് കൊടുത്തു നമ്മൾ റിലേ സ്വിച്ച്. അപ്പോൾ ബൾബാണ് കൊടുത്തത്. അപ്പോൾ എന്താണ് റിസൾട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഈ ഒരു ഡയഗ്രത്തിൻ്റെ വഴിയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തത്. റിലേന്ന് വരുന്ന ഈ ഒരു വയറ് നമ്മൾ സ്വിച്ചായിട്ട് കൊടുത്തു. ഫേസ് ന്യൂട്രൽ നേരിട്ട് തന്നെ നമ്മൾ ബൾബിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ
ബൾബിന്ന് ഫേസ് നമ്മൾ ഈ റിലേ വഴിയാണ് നമ്മൾ ബൾബിലേക്ക് കൊടുത്തത്. ഓക്കെ, നമുക്കൊന്ന് ഓണാക്കി നോക്കാം എന്താണ് സ്ഥിതി എന്ന്. നമ്മൾ ഓണാക്കി നോക്കാം. ഇതിലേക്ക് നമ്മൾ 12 വോൾട്ട് സപ്ലൈ ഇൻപുട്ട് കൊടുക്കണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ ഒരു SMPS ഉണ്ടായിരുന്നു, പവർ സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് 12 വോൾട്ട് ഇതിലേക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡാപ്റ്ററിൽ യൂസ് ചെയ്യാം, 12 വോൾട്ട് ചെയ്യാം. എന്നാലും ഓണാക്കി നോക്കാം നമുക്ക്. ഓക്കെ അപ്പോൾ 12 വോൾട്ട് ഇൻപുട്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു. നമ്മളുടെ ഇൻപുട്ട് നമ്മൾ കണക്ഷൻ ഡയഗ്രത്തിൽ പോലെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ലോഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ ബൾബിന് ലോഡ് ചെയ്യുന്നുണ്ട് 230 വോൾട്ട്. അപ്പോൾ നമ്മൾ എത്ര ടൈമിലാണ് ഇത് ഓണാകുന്നത് നോക്കാം. അപ്പോൾ സ്വിച്ച് ഓണാക്കി നമ്മൾ ഈ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര ടൈമിൽ ഇത് ഓണാകുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറഞ്ഞൊരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഓണാക്കുകയാണ്, ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റിലേ ആക്കി ഓണായി. ഓക്കെ, ഇതുപോലെയാണിത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുള്ള ഉപകരണങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടി ഇത് സർക്യൂട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം കറണ്ട് KCB ലൈന് ചിലപ്പോൾ ഓണും ഓഫായി കളിക്കാറുണ്ട് നമ്മുടെ. അപ്പോൾ ഈ ഒരു ഫ്ലക്ച്വേഷനിൽ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ കേട് വരാറുണ്ട്. അപ്പോൾ സ്റ്റെബിലൈസറിന് യൂസ് ചെയ്യുന്ന അതേ ഒരു രീതിയാണിത്. ഇത് കട്ട് ഓഫ് ആവുന്നുണ്ടെന്നേ ഉള്ളൂ, ചില ഡിലേ വരും, ഓൺ ടൈമിൽ ഡിലേ വരും. ഈ 100K വാരിയബിൾ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇൻപുട്ട്, നിങ്ങൾ ഇതിന് 12 വോൾട്ട് ഇൻപുട്ട് KCB ലൈൻ തന്നെയാണ് കൊടുക്കേണ്ടത്. വെച്ചാൽ ഒരു അഡാപ്റ്റർ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ തന്നെ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരിക. നേരിട്ട് തന്നെ നമ്മളൊരു അഡാപ്റ്റർ വെച്ചിട്ട് 12 വോൾട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ സർക്യൂട്ടിലേക്ക് ഇൻപുട്ട് കൊടുക്കുക. അത് തന്നെ ഈ റിലേ നമുക്ക് സ്വിച്ചിങ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു സ്വിച്ച് ആയിട്ടാണ്. അപ്പോൾ ഓണും ഓഫായി കളിക്കുമ്പോൾ KCB ലൈൻ ഓണും ഓഫായി കളിക്കുമ്പോൾ ഇതിന് ടൈം കുറച്ച് ഡിലേ വരുത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഓണാവും. ഓക്കെ, ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഇതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഡയഗ്രാം വരുന്നത്. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതൊരു ഹോബിയായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇലക്ട്രോണിക്സ് തുടക്കക്കാർക്കുള്ളൊരു വീഡിയോ ആണിത്. വീട്ടിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാം. കാരണം KCB ലൈന് ചിലപ്പോൾ ഓണും ഓഫുമായി കളിക്കുന്ന ഒരു ടൈമുണ്ട്. അതിലിത് ഡിലേ ടൈം സെറ്റാക്കി വെച്ചാൽ 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കുറവോ നമുക്ക് 2 സെക്കൻഡ് മുതൽ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്താൽ ഒരു പ്രൊട്ടക്ഷനാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.